ആദ്യമായി നമുക്ക് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കാം. അതിനായി നമുക്ക് തന്നിരിക്കുന്ന ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡ് പരിശോധിച്ച് എക്സ്പെൻസുകൾ ഏതൊക്കെയാണെന്ന് എഴുതാം. ആദ്യമായി സ്റ്റോക്ക് ഓപ്പണിംഗ്, അതിനുശേഷം പർച്ചേസിൽ നിന്നും പർച്ചേസ് റിട്ടേൺ കുറച്ച്, ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ്, ക്യാരേജ് ഇൻവേർട്സ്, ദെൻ വേജസിന് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, പ്രീപെയ്ഡ് കുറച്ച് ബാക്കി, ദെൻ കോൾ, ഗ്യാസ് ആൻഡ് വാട്ടർ. ഇത്രയുമാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. ശേഷം റവന്യൂ സൈഡിൽ സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ കുറച്ച്, ദെൻ ക്ലോസിംഗ് സ്റ്റോക്കിന് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യുന്നു. നമുക്ക് 2,38,000 രൂപയുടെ റവന്യൂ ഉണ്ട്. അതിൽ നിന്നും എക്സ്പെൻസ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് 21,240. അതിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കുന്നു. ആദ്യത്തെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് സാലറി ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് 100 രൂപ, അത് കൂട്ടി. അതിനുശേഷം ബാങ്ക് ചാർജസ്, ട്രേഡ് എക്സ്പെൻസസ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്. ട്രയൽ ബാലൻസിലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം തന്നെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇൻഡയറക്റ്റ് ഇൻകം ഏതെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഒരു അപ്രൻറ്റീസ് പ്രീമിയം, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ട്രയൽ ബാലൻസിനുള്ളിലെ അപ്രൻറ്റീസ് പ്രീമിയം, ഇൻഡയറക്റ്റ് ഇൻകം. ട്രയൽ ബാലൻസ് ഉള്ളിലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകവും നമ്മൾ പരിഗണിച്ചെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് വരാം. അവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓൾറെഡി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുത്തു കഴിഞ്ഞു. ഇനി ഡിപ്രീസിയേഷൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്. ശേഷം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഇതുപോലെ എടുത്തെഴുതി. ഇനി ഒരു പ്രൊവിഷൻ്റെ കേസിൽ ആദ്യം ഒരു പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ആണ് തന്നിരിക്കുന്നതെങ്കിലും നമ്മൾ ആദ്യം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ആ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഡെറ്ററിൽ നിന്നും ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഡെറ്ററിൻ്റെ ഇത്ര ശതമാനമാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ കാൽക്കുലേഷൻ ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യനിൽ ഡിസ്കൗണ്ടാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും ആദ്യം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റാണ്. ശേഷം പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ആണ്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്. ദെൻ ഇനി നമുക്കുള്ളത് മാനേജേഴ്സ് കമ്മീഷനാണ്. മാനേജറുടെ കമ്മീഷൻ 5% ഓൺ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് ആണ്. ഇതുപോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 633 രൂപയാണ് മാനേജേഴ്സ് കമ്മീഷൻ. ഇത്രയുമാണ് നമ്മുടെ ഈ പറയുന്ന എക്സ്പെൻസും റവന്യൂവും. നമ്മളിനി ഇത് ബാലൻസ് ചെയ്യുന്നു.
27,730. നെറ്റ് പ്രോഫിറ്റ് 12,644 രൂപയാണ് നെറ്റ് പ്രോഫിറ്റ്. ഈ നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ നേരെ ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അടുത്തതായിട്ട് ബാലൻസ് ഷീറ്റാണ് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലേക്ക് ആദ്യം ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ദെൻ അതിൽ നിന്ന് ഡ്രോയിങ്സിനെ ഡിഡക്റ്റ് ചെയ്യുന്നു. ശേഷം ലയബിലിറ്റി സൈഡിൽ വരുന്നത് ബിൽസ് പേയബിൾ 1,28,870 രൂപ. ശേഷം അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് 100 രൂപ. മാനേജേഴ്സ് കമ്മീഷനുണ്ട് 633 രൂപ. ഇത്രയുമാണ് ലയബിലിറ്റി സൈഡിൽ ഉള്ളത്. ഇനി നമ്മൾ അസറ്റ് സൈഡിലേക്ക് പോവുകയാണ്. അസറ്റ് സൈഡിൽ ആദ്യം ഫിക്സഡ് അസറ്റായിട്ടുള്ള ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 12,000, അതിൻ്റെ ഡിപ്രീസിയേഷൻ 1,200 കുറയ്ക്കുന്നു. ശേഷം പ്ലാന്റ് ആൻഡ് മെഷീനറി 40,000, ഡിപ്രീസിയേഷൻ കുറച്ച് ബാക്കി എഴുതുന്നു. അതിനുശേഷമുള്ളത് ബിൽസ് റിസീവബിൾ, അതിനുശേഷം സൺട്രി ഡെറ്റേഴ്സ്. അതിൽ നിന്ന് ആദ്യം പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നു. ശേഷം ക്ലോസിംഗ് സ്റ്റോക്ക്, ദെൻ ഒരു വേജസ് പ്രീപെയ്ഡ് 40 രൂപ, ദെൻ ക്യാഷ് അറ്റ് ബാങ്ക് 50,000, ദെൻ ക്യാഷ് ഇൻ ഹാൻഡ് 30,000. ഇത്രയുമാണ് ബാലൻസ് ഷീറ്റ് ഐറ്റംസ്. നമ്മളെല്ലാം എടുത്തു കഴിഞ്ഞ് ശേഷം ബാലൻസ് ഷീറ്റ് ബാലൻസ് ചെയ്യുന്നു. 2,23,377 രൂപ. 2,27,377 രൂപ. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്.